ഇപ്പോഴും സ്വന്തം അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നോ? തോറ്റെന്ന് സമ്മതിക്കൊന്നും വേണ്ട. പക്ഷെ ഈ മഹാപ്രപഞ്ചത്തിൽ നമ്മുടെ യുക്തിക്ക് അപ്പുറവും ചില കാര്യങ്ങളുണ്ടെന്ന് സമ്മതിക്കണം. അത് സമ്മതിക്കണമെങ്കിൽ സംഭവിച്ചത് എന്താണെന്ന് എനിക്ക് ബോധ്യപ്പെടണം. ഓർമ്മയില്ലാത്ത അവസ്ഥയിൽ എന്തെങ്കിലും സംഭവിച്ചതിനെ അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല. അംഗീകരിച്ചനെ ഇന്നലെ രാത്രി തന്നെ ശരിക്കും. പിന്നിവിടെ നടക്കുന്ന ചടങ്ങ് വേറെ ആയിരിക്കും. ഈ ജന്മത്തിവൻ നേരെയാവാൻ പോണില്ല. നീ വേറെ ആളാ നോക്കിയോ. ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഇന്നലെ രാത്രി ഈ മുറി കിടക്കാൻ പറഞ്ഞപ്പോ ഇത്രയും കൂടിയ സാധനമാണ് ഈ മുറിക്കുള്ളിൽ ഉള്ളതെന്ന് ഞാൻ കരുതിയില്ല. ഇയാളെ ഒന്ന് പേടിപ്പിക്കാം, അതോടെ ആള് പുറത്തേക്ക് ആടും എന്നേ കരുതിയുള്ളൂ. കർമ്മം ചെയ്യാനുള്ള എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞു. കർമ്മം നടക്കും, ബാധകൾ ഒഴിയും, എനിക്ക് കൈ നിറയെ കാശും വരും. പക്ഷെ പോയ ദോഷങ്ങളൊക്കെ വീണ്ടും വരും. ആ പെണ്ണ് അങ്ങനൊന്നും ഇവിടുന്ന് പോവില്ല. ഒഴിപ്പിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങളെ വഞ്ചിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പറയാണ്. എന്തിനാ ഈ മാരണത്തെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നത്? അങ്ങ് കൊടുത്തുകൂടെ? എന്തു കൊടുത്തൂടെന്ന്? ഈ നശിച്ച വീടും സ്ഥലവും എന്തെല്ലാം ദുഃഖവും ദുരിതവുമാണ് നിങ്ങൾക്ക് തന്നോണ്ടിരിക്കുന്നത്. എന്നിട്ടും വേണോ? വളരെ പൊട്ട ചീത്ത സാധനമായിടോ ആ പ്രേതം. ഇപ്പോ ഇയാടെ കാല് പൊട്ടി രക്തം കണ്ടില്ലേ? അതൊരു സൂചനയാണ്. എന്റെ കാര്യം പോട്ടെ, ഇവിടെ പലരും രക്തം ഛർദ്ദിക്കാൻ പോവാണ്. റിസ്ക് എടുക്കണോ? ഇനി ഒരു റിസ്ക് എടുക്കാൻ വയ്യ. മറ്റൊരു മാർഗവും ഇല്ലേ? ഒരുപാട് ആലോചിച്ചിട്ട് ഞാനിത് പറയുന്നത്. വിറ്റുകളാ കിട്ടുന്ന വിലക്ക്. സായിക്കുണ്ടായ അനുഭവം കേട്ടിട്ട് അത്ഭുതം തോന്നുന്നു. എനിക്ക് അത്ഭുതമല്ല, ഭയമാണ് സാർ. പുറത്ത് ധൈര്യം കാണിക്കുന്നെങ്കിലും ഉള്ളിൽ നല്ല ഭയമുണ്ട്. എന്താ സാർ അന്ന് രാത്രി സംഭവിച്ചത്? കാര്യമുണ്ടെങ്കിൽ കാരണവും ഉണ്ടാവും. സാർ എന്നാ അണിമംഗലത്തേക്ക് വരിക? സാറിന് ഒഫീഷ്യലായിട്ട് തന്നെ അവിടേക്ക് വരാമല്ലോ. പോലീസ് അന്വേഷണത്തിൽ അനാസ്ഥ കണ്ടപ്പോൾ മൈഥിലിയുടെ അച്ഛൻ കേസ് കൊടുത്തു. CBI കൊണ്ട് അന്വേഷിപ്പിക്കണം പറഞ്ഞു. അതിന് ഓർഡറും ആയതാ. പക്ഷെ പിന്നെ എന്തോ അതും വഴിമുട്ടി. CBIക്കും അനാസ്ഥ. അണിമംഗലത്തേക്ക് വരണമെന്ന് പറഞ്ഞല്ലോ. ആ വീട് ഇതുവരെ വിറ്റില്ലേ? ഇല്ല സർ, കറക്റ്റ് ബയറിനെ കിട്ടിയില്ല. ഇപ്പോ ഡോക്ടർ കൃഷ്ണനായരുടെ ഫ്രണ്ട് ഡോക്ടർ ബാബു അതിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് കേട്ടു. ഒരു മെഡിക്കൽ റിസോർട്ട് തുടങ്ങാൻ. ഒരു സംശയം ചോദിച്ചോട്ടെ? മരിച്ച ആ പെൺകുട്ടി ആദ്യമായിട്ടാണല്ലോ ആ വീട്ടിൽ വരുന്നത്? അതെ സർ. ആ വീടുമായി ഒരു പരിചയവും ബന്ധവും ഇല്ലാത്ത പെൺകുട്ടി രാത്രി ഏറെ കഴിഞ്ഞ് തനിച്ച് കിടന്ന ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി താഴെ വരാൻ ഒരു കാരണം വേണ്ടേ? മരിച്ചു കിടന്നത് സ്റ്റെപ്സിന്റെ ചോട്ടിലല്ലേ? അതെ സർ. ബെഡ്റൂമിൽ നിന്നും സ്റ്റെപ്സ് വരെ ആ പെൺകുട്ടി എങ്ങനെ എത്തി, എന്തിനെത്തി, എന്തായിരുന്നു അതിന്റെ പിന്നിലെ ഡ്രൈവിംഗ് ഫോഴ്സ്, പ്രേരണ? ആ പ്രേരണയാണ് പെൺകുട്ടിയുടെ മരണത്തിന് കാരണം. അത് നാച്ചുറൽ ആയാലും ശരി, സൂപ്പർ നാച്ചുറൽ ആയാലും ശരി, അതാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. സായിയാണ്. വാട്ട് എ കോയിൻസിഡൻസ്. ആ ഫയലുകളൊക്കെ ഇപ്പൊ എന്റെ മുമ്പിലുണ്ട്. ഇല്ല, നോക്കി വരുന്നേ ഉള്ളൂ. ഞാൻ സായി വിളിക്കാം. ശരി സർ. താങ്ക് യു സർ. ഡോക്ടർ ബാബുവുമായി അണിമംഗലത്തിന്റെ കച്ചവടം ഉറപ്പിച്ചോ? ഏതാണ്ട് ധാരണയായെന്ന് അമ്മാവൻ പറഞ്ഞു. കണ്ടോ, ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കച്ചവടം നടക്കും. വെറും പിച്ചക്കാശിന്. വെറുതെ കൊടുത്താൽ എനിക്കൊരു വിരോധമില്ല. നീ ഒരു ഇഡിയറ്റ് ആണ്. അതുകൊണ്ടാണ് എനിക്കിതൊന്നും മനസ്സിലാവാത്തത്. നിന്റെ ചിറ്റപ്പൻ ഡോക്ടർ കൃഷ്ണൻ നായരും ഡോക്ടർ ബാബു ഒരു കോക്കസ് ആണ്. ഈ കച്ചവടം അവരുടെ ഒരു ഒത്തുകളിയാ. ശങ്കരമാമൻ അവരുടെ താളത്തിനൊത്ത് തുള്ളാനും. ആ കാപ്രയ്ക്ക് ഈ ഒത്തുകളിയിൽ പങ്കുണ്ട്. എന്തിനാ ആ മനുഷ്യനെ വലിച്ചു വയ്ക്കുന്നത്? അനിതയ്ക്ക് എന്താ ആയാലും എത്ര പേടി? സായും പേടിച്ചില്ലേ അന്ന് തൊഴുത്ത് കിടന്നപ്പോ? പേടിച്ചെന്ന് വെച്ചാൽ ഞാൻ ഭീരുവൊന്നല്ല. കാപ്രയല്ല, ഏത് കോപ്രയാണെങ്കിലും എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ തുറന്നു പറയും. ദയവേദ മനുഷ്യനെ കുറിച്ച് നല്ലതും പറയണ്ട ചീത്തയും പറയണ്ട. Will you please? പറയും, മതിയും തോന്നുന്നവരെ പറയും. Go to hell. ചാക്കോ സാറിന് ഒന്ന് കിട്ടുവോ? മതി, ജോലി കഴിഞ്ഞിട്ട് മതി. അണിമംഗലം പ്രേതക്കേസ്, പെൺകുട്ടി, CBIയിലെ പത്മനാഭ സാർ അന്വേഷിച്ച് ഫ്രീസ് ചെയ്ത കേസാ. പുലിവാല് കേസാ സാറേ. നമുക്ക് വേണ്ട. പലതരം കൊലക്കേസുകൾ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട്. ആക്സിഡന്റ് കേസുകൾ,
ആത്മഹത്യാ കേസുകൾ. പക്ഷേ ഈ ഭൂതപ്രേത പിശാചികൾ പ്രതിയായിട്ടുള്ള കേസ് അതും അന്വേഷിക്കണം. ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. മനുഷ്യനാണ് കുറ്റവാളിയെങ്കിൽ മനുഷ്യന്റെ കോടതി, സൂപ്പർ നാച്ചുറലാണ് കുറ്റവാളിയെങ്കിൽ ദൈവത്തിന്റെ കോടതി. ദൈവത്തിന്റെ കോടതിയോ? എന്ത് പറ്റി ഈ സ്വാമിക്ക്? ഫയല് പഠിച്ചു തുടങ്ങിയപ്പോഴേ കർത്താവേ. ചാക്കോ, പത്മനാഭൻ സാർ ഈ കേസ് ഫ്രീസ് ചെയ്യാൻ എന്താ കാരണം? CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തത് മരിച്ച പെൺകുട്ടിയുടെ പാരന്റ്സാ. പക്ഷേ ആ ആവേശം തുടർന്നുണ്ടായില്ല, കോപ്പറേഷൻ ഉണ്ടായില്ല. ഇനിയുള്ളത് ഓഫ് ദ റെക്കോർഡ്സ്. പത്മനാഭ സാർ ഈ കേസ് അന്വേഷണത്തിന് ഇറങ്ങിയ ദിവസം തന്നെ എവിടെയോ വീണ് കാല് ഫ്രാക്ചറായി. 1.5 മാസം ഒറ്റക്കിടപ്പ്. അത് കഴിഞ്ഞ് അന്വേഷണത്തിന് ആദ്യമായി ആ വീട്ടിൽ ചെന്ന ദിവസം തലയിൽ തേങ്ങ വീഴാൻ പോയി. തലനാരിടയ്ക്കല്ലേ രക്ഷപ്പെട്ടത്. സ്വന്തം ജീവൻ പണയപ്പെടുത്തി ആരെങ്കിലും കേസ് അന്വേഷിക്കുമോ സാർ? പോലീസ് ആയാലും CBI ആയാലും ഈ കേസിൽ തൊട്ടിട്ടുണ്ടോ? മുന്നറിയിപ്പ് അപ്പം ഉണ്ടായിട്ടുണ്ട്. സൂപ്പർ നാച്ചുറൽ ഫോഴ്സുമായിട്ട് മത്സരിക്കാനൊന്നും നമ്മൾ നിൽക്കണ്ട. നമുക്കിത് വേണ്ട സാർ. നമുക്കിത് വേണം സാർ. അന്ന് പത്മനാഭൻ സാറിനോടൊപ്പം ചാക്കോ ഉണ്ടായിരുന്നു. അയ്യോ, ഞാനൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ചാക്കോ എന്റെ ഒപ്പം ഉണ്ടാവും. മാത്രമല്ല, ഈ ഭൂതപ്രേതാദികളൊക്കെ ആവുമ്പോ ഒരു നമ്പൂതിരി കൂടെ ഉള്ളത് നല്ലതാണ്. എന്നാ നമ്മുടെ മേമന വിക്രം ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വരുന്നേ? കൃത്യം ഡേറ്റ് പറഞ്ഞില്ല. വേണം വേഗം ജോയിൻ ചെയ്യാൻ പറയാം. എന്നാ വേഗം ജോയിൻ ചെയ്യട്ടെ. വിക്രം കൂടി ആവുമ്പോ ഇറ്റ് വിൽ ബി എ ഗുഡ് ടീം. പക്ഷെ ആ ടീമിൽ ഉണ്ടാവാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവില്ല സാർ. വളരെ എമർജൻസി ആയിട്ട് തീർക്കേണ്ട 1-2 കേസുകൾ ഞാൻ ആകെ പെട്ടിരിക്കുക. പേടിച്ചിട്ടാണോ? ഹേയ്, പേടിയൊന്നുമല്ല, എമർജൻസി. എന്നാൽ ഈ കേസാണ് ഇപ്പൊ ഏറ്റവും വലിയ എമർജൻസി, റൈറ്റ് സാർ? വ്യക്തമായ കാരണങ്ങളില്ലാതെ പെൺകുട്ടി മൈഥിലി അർദ്ധരാത്രി തനിയെ മുറിവിട്ട് പുറത്തു വരില്ല. എന്തായിരിക്കും സാർ കാരണം? അതറിഞ്ഞ കേസ് തീർന്നില്ലേ? അതിലേക്കായിരിക്കണം നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടതും അതായിരിക്കണം ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഏതായാലും ചാക്കോ അണിമംഗലം വരെ ഒന്ന് പോകണം. സംഭവം നടന്നിട്ട് വർഷങ്ങൾ കുറെ ആയെങ്കിലും നാട്ടുകാരുടെ അഭിപ്രായമൊക്കെ ഒന്ന് തിരക്കണം. ഭൂരിപക്ഷവും നുണകളായിരിക്കും, എന്നാലും എന്തെങ്കിലും ഫാക്സ് വീണ് കിട്ടാതിരിക്കും. ആ വീട്ടിലും പോയി അന്വേഷിക്കണോ സാർ? തീർച്ചയായും. ആ വീട്ടിൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടെന്നുള്ളത് വാസ്തവമാണ് സാർ. അതൊക്കെ വരുന്ന മുറയ്ക്ക് നമുക്ക് ഫേസ് ചെയ്യാം. ഇപ്പൊ ഏതായാലും ചാക്കോ ധൈര്യമായിട്ട് പോകും. അതാണ് സാർ ഇല്ലാത്തത്. എന്ത് ധൈര്യം? കേറ്. ഈ അണിമംഗലത്തേക്കുള്ള വഴി ഏതാ? താനാരാണ്? അത് പറഞ്ഞാലേ വഴി പറയുള്ളൂ. അതല്ല, കുറച്ചു കാലമായിട്ട് അങ്ങോട്ടുള്ള വഴി പോലീസും മന്ത്രവാദികളും മാത്രമേ ചോദിക്കാറുള്ളൂ. താനിതിൽ ഏതിൽപ്പെടും? മന്ത്രവാദിയോ അതോ പോലീസോ? ആരാണ്? വെറുതെ പറയൂ, ആരെന്ന് പറ. പോലീസുകാരനല്ലേ? തനിക്ക് പോലീസിലല്ലേ ജോലി? പോലീസോ? ആ. ഞാനോ? ആ. ഞാൻ ജാതി കച്ചവടക്കാരൻ. ഈ അണിമംഗലത്ത് നല്ല ജാതി കൊടുക്കാനുണ്ടെന്ന് കേട്ട ശരിയാണ്? ജാതി കച്ചവടമല്ലേ ആ. തനിക്ക്? ആ. കണ്ടാലും തോന്നും. ഒരു കാര്യം പറയട്ടെ, ഒരു ജാതിക്ക് വേണ്ടേ സ്വന്തം ജാതി മാറ്റി പറയരുത്. തന്നെ കണ്ടാൽ അറിയാമല്ലോ താൻ ഒരു പെറും കള്ളനാണെന്ന്. താങ്കടവേ കാലത്ത് കള്ളി തിന്നാൻ കൊടുക്കില്ലടോ. വെറുതെ കേട്ടാ എന്തിനാടോ ഇങ്ങനെ നടക്കണത്? വെറുതെ നോണ പറയാൻ. കുറെ നാളായല്ലോ ഈ ഗതികേട് തുടങ്ങിയിട്ട്. തൊടുന്നതല്ല അബദ്ധം. നല്ല 1-ാം തരം ചായ. ദേവസ്വത്തിന് ചായ ഇടാനും അറിയാല്ലേ? അയ്യോ, ഞാനല്ല സാർ ഇട്ടത്, അവളാ. ഇവളാണോ പറമ്പിൽ താമസിക്കുന്ന തമിഴത്തിൽ നിന്ന് ദേവസ്വം പറഞ്ഞത്? അതെ സാർ, ഇത് തുളസി, അത് ഇവളുടെ കെട്ടിയോ വേലു. 30 വർഷമായിട്ട് ദേവസ്വം ഇവിടെ തന്നെ. വീട്ടുകാരുടെ വിശ്വസ്തനും. അല്ലെങ്കിൽ വീടിന്റെ താക്കോല് തന്നെ ഏൽപ്പിക്കൂ. ഞാൻ പഴയ കേസ് വീണ്ടും തുറക്കാൻ വന്നതല്ല, അവസാനിപ്പിക്കാൻ വന്ന. അതിനു മുമ്പ് ചെറിയൊരു എൻക്വയറി, അത്രേ ഉള്ളൂ. അന്ന് അന്വേഷണം കാര്യമായിട്ട് നടന്നില്ലല്ലോ. അതിനു മുമ്പ് ആ CBIയുടെ തലയിൽ മുഴുത്ത തേങ്ങ വീണില്ലേ? പിന്നെ ആ പാവ എങ്ങനെ അന്വേഷിക്കാനാ? കൊന്നത് മനുഷ്യനാണെങ്കിൽ അന്വേഷിക്കാം, മറിച്ചു മനുഷ്യന് മനസ്സിലാവാത്ത സാധനമാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാനാ? ഈ പറഞ്ഞ അഭിപ്രായം തന്നെ എനിക്കും. പക്ഷെ ഇവിടെ വരുന്നതിന് മുമ്പ് നാട്ടിലും തിരക്കി. ചിലർ ദേവസ്വത്തിന്റെ അഭിപ്രായക്കാരാ, മറ്റു ചിലർക്ക് വേറെ അഭിപ്രായങ്ങളുണ്ട്. ആരോ ആ പെണ്ണിനെ കയറി പിടിച്ചെന്നോ, പിടിക്കാൻ ശ്രമിച്ചെന്നോ, അതിനിടയിൽ കാല് തെറ്റി വീണ് മരിച്ചെന്നോ, അങ്ങനെ പല ജാതി. അയാള് പോയി. ആ ജാതിയല്ല, പല അഭിപ്രായങ്ങൾ വരുമ്പോ നമ്മൾ നമ്മളെ തന്നെ തൃപ്തിപ്പെടുത്തണ്ടേ? പിന്നെ വേണമല്ലോ. എന്നാ ദേവസ്വം പറ, എന്താന്ന് സംഭവിച്ചത്? നാട്ടുകാര് നായിന്റെ മക്കള് ചെള്ളയ്ക്ക് വീക്കണ ഒക്കത്തിന്.
ആ പെങ്കൊച്ചിനെ കയറി പിടിക്കണമെങ്കിൽ അന്ന് ഈ വീട്ടിൽ ആണുങ്ങൾ ആരെങ്കിലും വേണ്ടേ സാർ? ശങ്കരൻ സാറ് തിരുവനന്തപുരത്ത് നിന്ന് വിവരം അറിഞ്ഞ് ഓടിപ്പടഞ്ഞാ എത്തിയത്. പിന്നെ ഈ വീട്ടിൽ ആകെ ആണെന്ന് പറയാൻ ഞാനും തമിഴം വേലു. ഞാൻ രാത്രി ഇവിടെ അല്ല കിടക്കാറ്, എന്റെ വീട്ടിലാ. വേലു ഭാര്യയും ദേ അവരെ ഊരയിൽ. ശങ്കരൻ സാറ് വീട്ടിലുള്ളപ്പോഴേ ലക്ഷ്മി ഇടത്തി എന്നും സാറിന്റെ ചേച്ചി പുറത്തേക്കുള്ള വാതിൽ അടച്ചു എന്ന് ഉറപ്പുവരുത്തിയിട്ടേ കിടന്നുറങ്ങാറുള്ളൂ. പിന്നെ നാട്ടുകാർ തെണ്ടികൾ പറയും പോലെ ആ പെണ്ണിനെ കയറി പിടിക്കുന്നൊരാണ് എവിടെ നിന്ന് വരാനാ? ഇവിടുത്തെ സാറിന്റെ ആഫ്രിക്കയിലുള്ള പെങ്ങളുടെ മകൻ ആ കുളത്തിൽ വീണ് ചത്തപ്പോഴും ശങ്കരൻ സാറിന്റെ ഭാര്യ എന്തോ കണ്ട് പേടിച്ച് ബോധം കെട്ട് വീണ് ചത്തപ്പോഴും നാട്ടുകാർ അപവാദം പറഞ്ഞു വരുത്തി. ഒരു സംശയവും വേണ്ട സാർ, ആ പെൺകുട്ടി മരിച്ചതിന് കാരണം ഇത് സാധനം മറ്റേതാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, പെട്ടെന്ന് അപ്രത്യക്ഷമാവും. മറ്റേന്ന് വെച്ചാ അത് തന്നെ, രാത്രിയൊന്നുമില്ല പകലൊന്നുമില്ല. ഇപ്പൊ ഏത് നേരവും വരും. പ്രേതങ്ങൾക്ക് ഏത് രൂപവും ധരിക്കാലോ. ഇതെപ്പോ പോടും? അത് പറയാൻ പറ്റില്ല. ചിലപ്പോ ഒരു നിപ്പ് അങ്ങനെ കളയും. എന്തുവാടും? ആദ്യം അന്വേഷിക്കാമെന്ന പോലീസിലെ ധനപാലൻ സാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ. പാവം. അതെന്തുവാ? പേടിയാ. പ്രേതം പേടിച്ചോടു വല്യോടോ. തന്നെ വിശദമായിട്ട് കാണാൻ ഞാനൊന്ന് വരുന്നുണ്ട്. മനുഷ്യനെ പേടിപ്പിക്കാൻ ഓരോ വിദ്യയായിട്ട് ഇറങ്ങിയിരിക്കുക. പട്ടി ചാക്കോയെ ശരിക്കും വരട്ടിയെന്ന് പറ. കുറച്ചേരം ശരിക്കും തീ നിന്നു സർ. കുറച്ചു നാളായി അണിമംഗലംകാര് ആ വീടും പറമ്പും വിൽക്കാൻ ശ്രമിച്ചു തുടങ്ങിയിട്ട്. ലോക്കൽ ബയറില്ല. ദൂരെ നിന്നും ബയർ വന്നാൽ അവിടെയുള്ള നാട്ടുകാർ വിവരമറിഞ്ഞ് ബയറിനെ എന്തെങ്കിലും ദോഷം പറഞ്ഞു മടക്കും, അല്ലെങ്കിൽ വിരട്ടി ഓടി. പിന്നെ കേട്ടത് ആ വീട്ടിൽ തന്നെ ഡോക്ടർ കൃഷ്ണൻ നായർ അയാളുടെ ഏതോ ഒരു ഫ്രണ്ടിന് വിൽക്കാൻ ശ്രമിക്കുന്നു, മെഡിക്കൽ റിസോർട്ട് തുടങ്ങാൻ. ആ വീട്ടിൽ ആരാന്നാ പറഞ്ഞേ? ഡോക്ടർ കൃഷ്ണൻ നായർ, ശങ്കരൻ നായരുടെ അളിയൻ. എന്താ ആ ജോലിക്കാരൻ പറഞ്ഞ കഥ? ദേവസ്വം എന്നയാൾ പറയുന്നത് മരിച്ച ദിവസം ആ വീട്ടിൽ പുരുഷന്മാരാരും ഇല്ലായിരുന്നു. അകത്തുള്ള ആരെങ്കിലും വാതിൽ തുറന്നാലേ ഒരാൾക്ക് വീടിനുള്ളിൽ കയറാൻ കഴിയുന്നു. അത് പോലീസിന്റെ റിപ്പോർട്ടിലുണ്ട്. പുറത്തുള്ള ഒരാൾക്ക് അകത്തേക്ക് വരാൻ പറ്റില്ല, ഓക്കെ. പക്ഷേ അകത്തുള്ള ഒരാൾക്ക് പുറത്തേക്ക് വരാമല്ലോ. നമ്മൾ പറഞ്ഞ ആകർഷണം പുറത്തുനിന്നാണെങ്കിലോ? പോലീസ് പട്ടി മണപ്പിച്ച് പുറത്തേക്ക് പോയിട്ടുണ്ട്, അത് മറക്കണ്ട. ഒരുപക്ഷെ ഈ ആകർഷണം വല്ല സൂപ്പർ നാച്ചുറലും ആണെങ്കിലോ? ഒരു രൂപമോ വെളിച്ചമോ? ചാക്കോ സൂപ്പർ നാച്ചുറൽ വിടാനുള്ള ഭാവമില്ലല്ലോ. CBI കേസ് വരാനുള്ള കാരണം എന്താ? ആ കുട്ടിയുടെ പേരൻസ് കേസ് കൊടുത്തതുകൊണ്ട്. കേസ് കൊടുക്കണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംശയമോ കാരണമോ കാണണ്ടേ? വേണം സർ. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദാറ്റ് ഫസ്റ്റ്.